ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് മടുപ്പ് തോന്നുന്നെങ്കിലും നമുക്ക് ഈ അഭിനയം തുടരാം. അങ്ങനെ മടുപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് തന്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോവാം, ആരെയും കാണാം. അതിലൊന്നും എന്റെ സമ്മതം ആവശ്യമില്ല. പക്ഷെ എവിടെ പോകുന്നു, എപ്പോ വരുമെന്നൊക്കെ മമ്മിയെ ഒന്ന് അറിയിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. നീ എവിടെ പോകുന്നു? എനിക്കൊന്ന് പുറത്തു പോകണം VP. എവിടേക്കാ? എനിക്ക് TG കാർഡിനൊന്ന് അപ്ലൈ ചെയ്യണം. അതിനായി ഒരു നോട്ടറിയെ കാണേണ്ട ആവശ്യമുണ്ട്. അതിനെന്തിനാ നോട്ടറിയെ കാണുന്നത്? ഓൺലൈനിൽ ചെയ്യാന്ന് നീയല്ലേ പറഞ്ഞത്? ഓൺലൈൻ ചെയ്യാം, പക്ഷേ അതിനൊരു നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. എന്നിട്ട് അതുകൂടി അപ്ലോഡ് ചെയ്താലേ റിന്യൂ ചെയ്ത് കിട്ടൂ. ഏത് നോട്ടറിയാ കാണാൻ പോകുന്നത്? ആരെങ്കിലും കണ്ടാൽ മതി എന്ന് അമലീച്ച് പറഞ്ഞത്. കോടതിയുടെ അടുത്ത് ഒരുപാട് നോട്ടറീസ് ഉണ്ടല്ലോ, അതിലാരെങ്കിലും ഒരാളെ കാണും. എന്നാ പിന്നെ നന്ദനോട് ചോദിച്ചാ പോരെ? അയാളുടെ പരിചയത്തിലുണ്ടാവുമല്ലോ. നന്ദൻ സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാ. ഓ, ഇതിനിപ്പോ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല VP. അവിടെ ചെന്ന് ഒരുപാട് പേരുണ്ടാവുമല്ലോ, ആരെങ്കിലും ഒരാളെ പോയി കണ്ടാൽ മതിയാവും. ഇത്ര തിരക്ക് കൂട്ടണം. അപ്പോ നന്ദനും കൂടി വന്നിട്ട് സമാധാനമായിട്ട് ചെയ്താ പോരെ? ഒക്കെ നേരത്തെ ശരിയാക്കി വെക്കണം VP. മെഡിസിന്റെ ആദ്യ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. VP ചോദിക്കണ്ട, അല്ലാതെ തന്നെ എനിക്കത് മനസ്സിലാവും. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നല്ലേ VP ഉദ്ദേശിച്ചു? അതെ, ഇല്ല എന്ന് നിന്റെ ഈ തയ്യാറെടുപ്പുകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എങ്കിലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരേ ചോദ്യത്തിന് ഒരുപാട് തവണ ഒരേ ഉത്തരവാണെങ്കിൽ പിന്നെ ആ ചോദ്യം ആവർത്തിക്കാതിരിക്കുന്നതല്ലേ VP ചോദിക്കുന്നവർക്കും ഉത്തരം പറയുന്നവർക്കും നല്ലത്. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടന്നോട്ടെ. ഞാൻ വേണമെങ്കിൽ ഡയറക്ടറെ നോക്കി ഏതെങ്കിലും നോട്ടറിയുടെ നമ്പർ തപ്പി എടുത്തു തരണോ? വേണ്ട VP, അവിടെ ചെന്നാ ഇതൊക്കെ എളുപ്പം നടക്കുന്നതേ ഉള്ളൂ. VP ബുദ്ധിമുട്ടുണ്ട്. ശരി. ഹലോ. അപ്പു, ഞാൻ ജോബിനാ. മനസ്സിലായി ഡോക്ടർ, പറഞ്ഞോളൂ. അപ്പു ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ അല്ല, കുറച്ച് തിരക്കുണ്ട്. എന്നാലും എന്താ വിളിച്ച? ഡോക്ടർ പറഞ്ഞോളൂ. എനിക്ക് തന്നെ അർജന്റായിട്ടൊന്ന് കാണണം. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അധികം ലേറ്റ് ആവില്ലെങ്കിൽ ആദ്യം നമുക്ക് തമ്മിൽ കാണാം. എന്താ ഡോക്ടർ? ശരി, ഞാനേ അവിടെ ആ കഫേയുടെ മുന്നിലുണ്ടാവും. ശരി ഡോക്ടർ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് എനിക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് അറിയാം. ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയതിനും അപ്പുറം. ഈ കരുതിയതിലപ്പുറം എന്ന് പറയുന്നത് ഏത് സെൻസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ടപ്പോ, ആ ഏരിയ ഒക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയും വെറുതെ അതൊക്കെ കുഴിച്ചു നോക്കി നമ്മുടെ സമയം വെറുതെ കളയണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞ് ചില തീരുമാനങ്ങൾ എടുക്കും. അത് അവർക്കിടയിൽ മാത്രം നിൽക്കേണ്ട ഒന്നാണ്. ഇനി രണ്ടു പേർക്കും എത്ര ഇൻറ്റിമസിയോടെ റിലേഷൻ വേറെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഈ കാര്യം ഒരു ഡിബേറ്റിന് വെക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇനിയിപ്പം മാളുമായിട്ട് താല്പര്യപ്പെട്ട് തന്നോട് ഷെയർ ചെയ്യാൻ വന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മര്യാദ അപ്പോൾ കാണിക്കണം. ഡോക്ടർ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. മാളുവിനെ പ്രഷർ ചെയ്ത് ഇങ്ങനൊരു ധാരണയിൽ എത്തിച്ചത് എന്തിനാന്ന് മറ്റാരും അറിയാൻ പാടില്ല, അല്ലേ ഡോക്ടർ? അപ്പൂന് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ മാത്രം പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. ഡോക്ടർ ഇത്രയും കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. മാളുവിന് മുന്നിൽ ഡോക്ടർ ഇങ്ങനെ ഒരു ഉടമ്പടി വെച്ച കാര്യം അലീനയ്ക്ക് അറിയില്ലെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? ഞാനത് വിശ്വസിക്കണോ? ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അപ്പൂനെ ബാധിക്കുന്ന കാര്യമല്ല. ഈ കാര്യവും പറഞ്ഞ് അലീന അപ്പൂനെയോ മാളുവിനെയോ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ. വേണ്ട ഡോക്ടർ, അങ്ങനെയുള്ള ഒരു ഉറപ്പും എനിക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യമില്ല. മാളുവിനും
പിന്നെ എന്താ അപ്പുവിന്റെ പ്രശ്നം? പ്രശ്നം മാളു തന്നെയാ. അവൾക്ക് എത്ര നാൾ ഡോക്ടറിന്റെ ഉടമ്പടി പ്രകാരം ജീവിക്കേണ്ടി വരും? എത്ര നാൾ അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നാൾ എന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാവില്ല. രണ്ടുപേരും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ളൊരു അഭിനയം. ഞങ്ങളും ഹാപ്പി, മറ്റുള്ളവരും ഹാപ്പി. പിന്നെ താനായിട്ടൊരു ഫേവർ ചെയ്യണം. ഇതൊന്നും എൻ്റെ മമ്മിയോടോ മാളുവിൻ്റെ വീട്ടുകാരോടോ അറിയിക്കാൻ നിൽക്കരുത്. പിന്നെ എൻ്റെ അലീനയുടെയും പാസ്റ്റ് അതൊരിക്കലും അപ്പു മാളുവിനോട് പറയാൻ നിൽക്കരുത്. ഇങ്ങനൊരു ഉപകാരമേ അപ്പു എനിക്ക് വേണ്ടി ചെയ്തു തരാനുള്ളൂ. അതിന് വില്ലിംഗ് ആണോ അല്ലയോ? ഇല്ല ഡോക്ടർ, ഞാനായിട്ട് അതൊന്നും മാളുവിനെ അറിയിക്കില്ല. പിന്നെ ഈ അഭിനയ ഉടമ്പടി ഞാൻ അറിയിച്ചില്ലെങ്കിലും എപ്പോഴായാലും അത് പുറത്താവും. കാരണം നിങ്ങളൊരു നല്ല നടനായിരിക്കും. പക്ഷേ മാളൂനൊരിക്കലും ഡേസി ആന്റിയെ പോലൊരു സ്ത്രീയുടെ മുന്നിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഡോക്ടറോടൊന്ന് ഓർത്താ നല്ലത്. പറയാൻ വന്നത് മാളുവിനെ കുറച്ചുകൂടി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും വേണമെന്നായിരുന്നു. പക്ഷേ ഇനി അതൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് മുന്നിലാ, വേഗത്തിൽ. അതുകൊണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഡോക്ടർ. അപ്പോ ട്രാൻസ്മാൻ ആണല്ലേ? അതെ സർ. എന്ന് കൊച്ചു മാത്രം പറഞ്ഞാൽ മതിയോ? ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. തനിക്കിത് എന്തിന്റെ കേടാ കൊച്ചെ? ആണായിട്ട് ജീവിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും വലിയ സൗകര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും വെച്ചിട്ടല്ല സർ. ആണായിട്ട് ജീവിക്കാനാ താല്പര്യം. തീരുമാനം അതാ, അതുകൊണ്ടാ. ഈയിടെയായിട്ടേ ഈ മറുകണ്ടം ചാടൽ ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഇതുവരെ തിരിച്ചുള്ള ആപ്ലിക്കേഷൻസാ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ കൂടുതലും. ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാ. എന്തിനാ മോളെ നീ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ? നിന്നെ ഇങ്ങനെ കാണാനാ ചന്തം. ആ ചന്തം എനിക്ക് ആവശ്യമില്ല സർ. സംസാരിച്ച സമയം കളയാതെ അതൊന്ന് സൈൻ ചെയ്ത് തരുന്നുണ്ടോ? അല്ല, അങ്ങനെ അങ്ങ് ധൃതി കൂട്ടിയാൽ എങ്ങനാ? വെറുതെ അങ്ങ് ഒപ്പിട്ട് തരാൻ പറ്റുമൊന്നുമില്ല. പിന്നെ സാറിന് എന്ത് വേണം? എന്ത് വേണോന്ന് ചോദിച്ചാ ഇത് ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. സോറി, മനസ്സിലായില്ല. എന്ന് വെച്ചാ നീ ഇതീ പറഞ്ഞിരിക്കുന്നത് പോലെ ആണാവാനുള്ള നിന്റെ തീരുമാനം ശരിയാണോ എന്ന് എനിക്കൊന്ന് ഫിസിക്കലി ഉറപ്പാക്കണം. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്ത് നടപടിക്രമം? അത് ഇവിടെ വെച്ചല്ല. വെരിഫിക്കേഷൻ നമുക്കങ്ങ് റെസ്റ്റ് റൂമിലോട്ടാക്കാം. നീ വാ, ഞാനൊന്ന് നോക്കട്ടെ. ഏതായാലും നീ ആണാവാൻ പോവാ. അപ്പൊ ഈ പെൺശരീരം ഞാനൊന്ന് വിസ്തരിച്ചൊന്ന് കാണട്ടെ. അല്ല, അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ വാ. അപ്പന്റെ പ്രായമുണ്ടല്ലോ തനിക്ക്. മര്യാദക്കേട് കാണിച്ചോണ്ടല്ലോ കണ്ണ് ഞാൻ. അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? നരുന്തേ, എങ്കിൽ നീ നേരെ ചെയ്വ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. അഡ്വക്കേറ്റ് ഹരിപ്രസാദുള്ള നിന്റെ കളി. സജി, വേഗം പാടാ. ഇവിടെ കയ്യേറ്റം ചെയ്യാൻ നോക്കുന്നടാ. നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചേ. ഓക്കെ സർ. ഹരിപ്രസാദുള്ള നിന്റെ കളി അഴി എണ്ണിക്കുന്നുണ്ട് ഞാൻ. നീ കണ്ടോ? ഹലോ. ഹലോ, മിസ്റ്റർ വിജയ് പണിക്കർ അല്ലേ? അതെ. ആരാ സംസാരിക്കുന്നത്? ഇത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. എന്താ കാര്യം? നിങ്ങളുടെ മകൾക്കെതിരെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? എന്താ സർ, എന്താ പ്രശ്നം? ആ കുട്ടി ഇവിടെ ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പരാതി. അഡ്വക്കേറ്റ് ഹരിപ്രസാദാണ് പരാതിക്കാരൻ. നിങ്ങളൊന്ന് വേഗം ഇവിടം വരെ വാ. മകളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വരാൻ വൈകിയാൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും.
സാർ അത് ഹലോ ഗീത. എന്താ വി പി? ഗീത അത് പിന്നെ എന്താ വി പി? എന്താ വല്ലാതിരിക്കുന്നേ? എടോ അപ്പു എന്തോ ഒരു പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട്. പ്രശ്നോ? എന്താ പറ്റിയത്? എന്നെ ഇപ്പോ വഞ്ചൂർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പുവിനെതിരെ അവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൂനെതിരെയോ? എന്താ പ്രശ്നം? അപ്പു ഏതോ അഡ്വക്കേറ്റിനെ ഉപദ്രവിച്ചെന്ന്. TG കാർഡിന് വേണ്ടി നോട്ടറിയെ കാണാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. നോട്ടറി ആയിട്ടാണോ പ്രശ്നം? ഒന്നും വ്യക്തമായിട്ട് അറിയില്ല ഗീത. ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഡീറ്റെയിൽസ് എന്താണെന്ന് അവിടെ എത്തിയാലേ അറിയൂ. വി പി, അപ്പൂന് എന്തെങ്കിലും കുഴപ്പം? താൻ ടെൻഷൻ ആവണ്ട. ഞാൻ അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കാം. ഓക്കെ? വിളിക്കണേ വി പി, അല്ലെങ്കിൽ ഞാനും കൂടെ വന്നാലോ? വേണ്ട, താൻ വരണ്ട. ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ശരി. എന്തായി ഓഫീസർ, പ്രതിക്കെതിരായുള്ള ചാർജ് ഷീറ്റ് ആയോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമായിരുന്നു. സാർ, സാറ് പറയുന്നത് പോലെ ചാർജ് ഷീറ്റ് തയ്യാറാക്കാൻ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്? അക്യൂസ്ഡ് അയാൾ ഇതുവരെ കുറ്റസമ്മത മൊഴി തന്നിട്ടില്ല. മാത്രമല്ല, ആ കുട്ടി സാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. എനിക്കെതിരെയോ? എനിക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ എന്താണാവോ ഞാൻ ചെയ്ത കുറ്റം? ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്നെ ഭീഷണിപ്പെടുത്തിയ ഒരാൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്തതോ? സാർ, ആ കുട്ടി അങ്ങനെയല്ല പറയുന്നത്. അതൊരു പുതിയ കാര്യമല്ലല്ലോ ഓഫീസർ. സാർ, ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി സാർ. സാർ, ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഞാൻ ആ കുട്ടിയുടെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ, വേഗം വേണം. ഓക്കെ ഓക്കെ സാർ, വെയിറ്റ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സാർ. ആ, ഇരിക്കൂ. എന്താ നിങ്ങളുടെ പേര്? വിജയ് പണിക്കർ. സാർ, ആക്ച്വലി എന്താണ് ഉണ്ടായത്? അഡ്വക്കേറ്റ് ഹരിപ്രസാദാണ് ആ കുട്ടിക്കെതിരെ ഇവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു അഫിഡവിറ്റ് സൈൻ ചെയ്യാൻ ചെന്നപ്പോ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞതിന് അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. നോ സാർ, അപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? പിന്നെ അയാൾക്ക് ഈ കുട്ടിക്കെതിരെ ഒരു ഫേക്ക് കംപ്ലൈന്റ് ഇവിടെ തരേണ്ട കാര്യമുണ്ടോ? സാർ, ഞാൻ അപ്പുവായിട്ടൊന്ന് സംസാരിച്ചോട്ടെ? വേഗം വേണം. ഓക്കെ സാർ. എന്താ അപ്പു, എന്താ ഉണ്ടായത്? ഞാനീ കേൾക്കുന്നൊക്കെ സത്യമാണോ? എന്തിനാ നീ അയാളെ അബ്യൂസ് ചെയ്ത്? വി പി, ഞാനല്ല, അയാളാ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത്. അയാൾ എന്നെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അയാളെ തള്ളിയെന്നുള്ള കാര്യം സത്യം. പക്ഷെ അയാൾ മറ്റൊരു രീതിയിലാണല്ലോ ഇതിനെ വളച്ചൊടിച്ചിരിക്കുന്നത്. വി പി ഭയക്കണ്ട, ഞാൻ അമലേച്ചെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടനെ എത്തും. അവർ വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. ഞാൻ നന്ദനൊന്ന് വിളിക്കട്ടെ? വേണ്ട വി പി, നന്ദൻ സാർ ഔട്ട് ഓഫ് സ്റ്റേഷനിലാ. ഇപ്പൊ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സാർ യാത്രയിലാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഇവിടെ? ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. ആർക്കെതിരെയാണ് സാർ? ഒരു പെൺകുട്ടി എൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്നെ ഭീഷണിപ്പെടുത്തി. ഓ, ആ കേസാണോ? അത് പെൺകുട്ടിയല്ലല്ലോ സാർ. സാറിനെ കാണാൻ വന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട അപ്പു എന്ന കുട്ടിയല്ലേ? ആ, അങ്ങനെ എന്തോ ആണ് പേര്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളാ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാ. നിങ്ങൾ എന്തിനാ വെറുതെ ആ കുട്ടിയുടെ വക്കാലത്ത് പിടിക്കുന്നത്? ഇനി ആര് വക്കാലത്തിന് വന്നാലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല. എന്നങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സാർ? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്ക് നീതി വാങ്ങി കൊടുക്കേണ്ടി വന്നാൽ അത് ചെയ്യണ്ടേ സാർ? ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായാലും അക്രമം. ആ ഒഫൻസ് കണക്കിലെടുത്ത് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും.
നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല സാർ. പക്ഷെ സാറിന്റെ പേരിൽ പൂർവ്വകാല പ്രാബല്യത്തോടെ ചില പരാതികൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇരിപ്പുണ്ട്. അത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമല്ലോ. സർ, ഞങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. സാർ, ഈ കമ്മ്യൂണിറ്റി ഇടപെട്ട പ്രശ്നമാവോ? സാർ, രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയ്. സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മയിൽ നിന്ന് വരുന്നവരാണ്. ഞാൻ ദക്ഷ, ചെയർപേഴ്സണാണ്. ഇത് അമല, ഞങ്ങളുടെ കോർഡിനേറ്ററാണ്. സാർ, ഞങ്ങൾ നോട്ടറി ഫയൽ ചെയ്ത കേസിനെ പറ്റി സംസാരിക്കാൻ വന്നതാണ്. ഓക്കെ, പറയൂ. സാർ, ഞങ്ങൾക്ക് ആദ്യം കുട്ടിയോടൊന്ന് സംസാരിക്കണം. കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ സാറിനെ വന്ന് കാണാം. ആയിക്കോട്ടെ, ആ കുട്ടി അപ്പുറത്തുള്ള. ഓക്കെ സാർ, താങ്ക് യു. എന്താ അപ്പോ, എന്താ ഉണ്ടായത്? ഞാൻ ഈ അഫിഡവിറ്റ് സൈൻ ചെയ്യാൻ പോയതായിരുന്നു. തുടക്കം മുതലേ മോശമായ ബോഡി ലാംഗ്വേജ് ആയിരുന്നു അയാളുടേത്. സൈൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ വേണമെന്ന് പറഞ്ഞു. ഇത് ഇയാളുടെ സ്ഥിരം പല്ലവിയാ. നമ്മുടെ കമ്മ്യൂണിറ്റി 1-2 കുട്ടികൾക്കും അബദ്ധം പറ്റിയതാ. എന്നിട്ടും അയാൾ ഇതിന് പഠിച്ചില്ലേ? അയാളെ അപ്പൂന് എതിരാണല്ലോ. അത് അയാളുടെ പദവിയുടെ ഹുങ്ക് കാണിച്ചതാ. സാരമില്ല, സാർ വിഷമിക്കണ്ട, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. സാർ വരൂ, നമുക്ക് SI സാറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. വാ. സാർ, അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അപ്പുവിനെതിരെ ആക്ഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളും ഈ കേസ് ടേക്കപ്പ് ചെയ്യുകയാണ്. അപ്പുവിൻ്റെ പരാതിയും സാർ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ആ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കാൻ വേണം. അഡ്വക്കേറ്റ് ഹരിപ്രസാദിനെതിരെ സെക്ഷൽ അബ്യൂസിന് കേസ് ചാർജ് ചെയ്യണം. ഇത്രയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തതിനു ശേഷം മാത്രമേ അപ്പുവിനെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ. അതിങ്ങനെ അഡമൻ്റായിട്ട് പറഞ്ഞാൽ എങ്ങനെ? ആദ്യം പരാതി നൽകിയത് അഡ്വക്കേറ്റ് ഹരിപ്രസാദാണ്. ഹീസ് എ നോട്ടറി. ഇതിന്റെ ലീഗൽ വശങ്ങളെ കുറിച്ചൊന്നും അറിയാതെ അദ്ദേഹം ഇങ്ങനൊരു പെറ്റീഷൻ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് നിയമവശങ്ങൾ അറിയാവുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം സർ. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ അപ്പുവിന്റെ പരാതിയാണ് സത്യസന്ധമായതെന്ന് കോടതിക്ക് മനസ്സിലാവും. ആ ധൈര്യത്തിൽ തന്നെയാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ അഡ്വക്കേറ്റ് റംല വിവി ഓൺ ദി വേ ആണ്. ശരി ശരി, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഹരിപ്രസാദ് സാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി സർ, പക്ഷെ തീരുമാനം പെട്ടെന്ന് വേണം. സാർ. ഹരിപ്രസാദ് സാറിനെ ഒന്ന് വിളിക്കുക. സാർ. സാർ ഒന്നുകൊണ്ട് ഭയക്കണ്ട. ഇയാൾക്കെതിരെ മുൻപും ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ളവരോട് ഇമ്മോറലായി പെരുമാറിയതിന്. ആ കംപ്ലൈന്റ് ഉൾപ്പെടെ ഇപ്പൊ നമുക്ക് ഇയാൾക്കെതിരെ മൂവ് ചെയ്യാം. പ്ലീസ്, എങ്ങനെയെങ്കിലും ഇതൊരു ഇഷ്യൂ ആവാതെ സംസാരിച്ചു തീർത്താൽ നന്നായിരുന്നു. സാറെന്തിനാ എന്നെ ഭയക്കുന്നത്? ഈ നാട്ടിൽ മറ്റുള്ള പൗരന്മാരെ പോലെ അന്തസ്സായി ജീവിക്കാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, എല്ലാം ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു കോൺട്രവേഴ്സി ആക്കാതിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നീ കൂടി ഒന്ന് പറ. സർ, ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. ഇത് സാർ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല. സാറിനെതിരെയുള്ള മുൻ പരാതികൾ കൂടി അന്വേഷിക്കണമെന്ന ഇവരുടെ ആവശ്യം. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാതിരിക്കുന്നതല്ലേ സർ നല്ലത്? എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ഇതുങ്ങളെ പേടിച്ച് കഴിയണമെന്നാണോ? സർ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. CCTV ഫൂട്ടേജ് ഒക്കെ പരിശോധിക്കേണ്ടി വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് ഊഹിക്കാമല്ലോ. എന്റെ ഓഫീസിലെ CCTV കംപ്ലൈന്റ് ആണ്. അപ്പോഴോ? അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവിടം വരെയൊക്കെ കൊണ്ടെത്തിക്കണമെന്നാണ്. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. പക്ഷേ ഇവരുടെ പരാതി അതിനോടൊപ്പം തന്നെ എനിക്ക് അന്വേഷിക്കേണ്ടി വരും.